നമസ്കാരം. ദിൽജിത്ത് അയ്യത്താൻ്റെയും ബാഹുൽ രമേശിൻ്റെയും സംവിധാനത്തിലും തിരക്കഥയിലും വന്ന എക്കോ കണ്ടു. വളരെ ഗംഭീരമായ ഒരു ത്രില്ലറാണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുന്നത്. പ്രത്യേകം പറയാനുള്ളത്, മനുഷ്യനും പ്രകൃതിയും മൃഗങ്ങളും പുഴകളും എല്ലാം ഈ സിനിമയിലെ വളരെ മനോഹരമായ കഥാപാത്രങ്ങളായിട്ട് മാറും. ഈ ഭൂമുഖത്ത് നിന്ന് നന്മയുള്ളവരും തിന്മയുള്ളവരും എങ്ങനെയാണ് അപ്രത്യക്ഷരാകുന്നത്? ഒരാളെ ജയിലിൽ അയക്കാതെ എങ്ങനെ വീടിനുള്ളിൽ ജീവപര്യന്തം തടവിന് അടയ്ക്കപ്പെടാം? പ്രകൃതിയോട് ചേർന്ന് മനുഷ്യനെ ഇണക്കിയെടുക്കാൻ പറ്റുന്ന ജീവജാലങ്ങൾ അവർ എങ്ങനെയൊക്കെ നമുക്ക് ഇണങ്ങിച്ചേരുന്നു, നമ്മളുടെ നിയന്ത്രണത്തിലാവുന്നു? എവിടെയാണ് മനുഷ്യർ ഇല്ലാതെയാവുന്നത്, അപ്രത്യക്ഷരാകുന്നത് എങ്ങോട്ടാണ്? ഇങ്ങനെ ഒരു ത്രില്ലറിൻ്റെ എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് പ്രകൃതിയുമായിട്ടിണങ്ങി, എക്കോ എന്ന പേര് തന്നെ അതുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ്. കാടിൻ്റെ വന്യതയും ദൃശ്യഭംഗിയും പുഴയുടെ സൗന്ദര്യവും അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന വളരെയധികം ഭംഗിയും കഥാപാത്രങ്ങളുടെ സന്നിവേശത്തിൽ അഭിനയത്തിൽ ഒക്കെ തികച്ചും ത്രില്ലിംഗ് ആയ ഒരു സിനിമ എക്കോ. കൂടുതലൊന്നും ഞാൻ സിനിമയെക്കുറിച്ച് പറയുന്നില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. 100% ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു. കിഷ്കിന്ധ എന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. ആ കിഷ്കിന്ധ ഈ എക്കോയുടെ മുമ്പിൽ അത്ര പോരാ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. തിയേറ്ററിൽ തന്നെ പോയി എക്കോ കാണുക. അത്ര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ത്രില്ലിംഗ് സിനിമയാണ്. ശേഷം സ്ക്രീനിൽ